ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ പ്രഡിക്റ്റീവ് പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ പ്രഡിക്റ്റീവ് പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ ആൻഡ് കൺസ്ട്രക്ട് ദ പ്രഡിക്റ്റീവ് പാസ് ടേബിൾ. ഓക്കെ, അപ്പൊ ഈ ഗ്രാമർ വെച്ചിട്ട് നമുക്ക് തന്നേക്കുന്ന ഗ്രാമർ ഇതാണ്. ഈ ഗ്രാമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രഡിക്റ്റീവ് പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, S tends to open bracket L closed bracket or A, L tends to L comma S or S. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. ഓക്കെ, അപ്പൊ ഇനി ഈ ഗ്രാമർ വെച്ചിട്ട് നമ്മൾ പ്രഡിക്റ്റീവ് പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രഡിക്റ്റീവ് പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഗ്രാമറിൽ നമുക്ക് തന്നിട്ടുള്ള പ്രൊഡക്ഷൻ റൂളിനകത്ത്, ഇത് രണ്ടും പ്രൊഡക്ഷൻ റൂൾസ് ആണ്, ഒരു ഗ്രാമറിന്റെ പ്രൊഡക്ഷൻ റൂൾ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂളിനകത്ത് ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലെ? ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എലിമിനേറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലെ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ലെഫ്റ്റ് റിക്കർഷന്റെ ഫോർമാറ്റ് എന്താ? A tends to A alpha or beta അല്ലെ? A tends to A alpha or beta. അപ്പം ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റിക്കർഷന്റെ ഫോർമാറ്റ്. A tends to A alpha or beta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ A ആണ്. അപ്പം ആരോ കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വന്നേക്കുന്നതും A തന്നെയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ. ഇങ്ങനത്തെ പ്രൊഡക്ഷൻ, ഈ രീതിയിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ വരുന്നതെങ്കിൽ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെന്നുള്ളത് അല്ലെ? ആദ്യത്തെ റൂൾ എടുത്ത് നോക്കിയേ, അതായത് പ്രൊഡക്ഷൻ റൂൾ നോക്കിയേ. S tends to അല്ലെ? അപ്പം S tends to L or A എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം ആദ്യത്തെ സിമ്പിൾ S ആണ്, പക്ഷെ ആരോ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ സിമ്പിൾ എന്താണ്? ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പം ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല അല്ലെ? രണ്ടാമത്തെ സിമ്പിൾ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂൾ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം ആദ്യത്തെ സിമ്പിൾ L ആണ്, പിന്നെ ആരോയ്ക്ക് ശേഷം കിടക്കുന്ന സിമ്പിളും എന്താണ്? സെയിം സിമ്പിൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട് അല്ലെ? അതായത് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂൾ ഇങ്ങനെയല്ലേ? L tends to L കോമ S or S ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇതെന്താ? ഇത് നമ്മുടെ ഈ ഒരു ഫോർമാറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? A tends to, കണ്ടോ? ഈ ഒരു ഫോർമാറ്റുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് A tends to A alpha or beta അല്ലെ? ഇങ്ങനെയല്ലേ നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത്, പ്രൊഡക്ഷൻ റൂൾ. A tends to A alpha or beta. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ? നമുക്കറിയാം എന്താ? സെയിം സിമ്പിൾ തന്നെയാണ് ആരോ കഴിഞ്ഞതിന് ശേഷവും ആരോയ്ക്ക് മുമ്പും കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. ഇനി ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? A ആണ് നമ്മുടെ L. അങ്ങനെയാണ് ആൽഫ എന്ന് പറയുന്നത് ഈ കോമ S ആണ്. ഓക്കെ, ഈ കോമയും നമ്മൾ ഉൾപ്പെടുത്തണം. കോമ വെറുതെ കളയാൻ പാടില്ല, കോമ. അപ്പൊ ഈ കോമ S ആണ് നമ്മുടെ ആൽഫ, L ആണ് നമ്മുടെ A എന്ന് പറയുന്നത്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് S തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇനി അതെങ്ങനെ മാറ്റും, എങ്ങനെ റിമൂവ് ചെയ്യും? ഈ രീതിയിലാണ് പ്രൊഡക്ഷൻ വരുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു റൂളിനെ, നമ്മുടെ പ്രൊഡക്ഷൻ റൂളിനെ നമ്മൾ എങ്ങനെയാ മാറ്റി എഴുതേണ്ടത്? A tends to beta A dash and A dash tends to alpha A dash or epsilon. ഉണ്ടോ? ഇതാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക്, അതായത് ഇങ്ങനെ ഒരു ലെഫ്റ്റ് റിക്കർഷൻ വരുവാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ മാറ്റി എഴുതാൻ. കണ്ടോ? ഈ ഒരു സ്റ്റൈലിലേക്ക് വേണം നമ്മൾ ആ പ്രൊഡക്ഷനെ മാറ്റി എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഇതേ റൂൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയേ. അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റാൻ പറ്റുന്നത്? A tends to beta A dash എന്നല്ലേ ആദ്യം? അങ്ങനെയാണെങ്കിൽ എക്ക് വരെ നമ്മുടെ ഇവിടെ L ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ L tends to ബീറ്റയ്ക്ക് വരെ എന്താണ് വരുന്നത്? S വരും അല്ലെ? S A dash എന്ന് പറഞ്ഞാൽ L dash. ഓക്കെ, ഇനി എന്താണ്? A dash tends to, അതായത് എക്ക് വരെ L ആണ്. സോ L dash tends to ആൽഫ. ആൽഫ എന്താ? കോമ S ആണ്. കോമ S, അതാണ് നമ്മുടെ ആൽഫ. കോമ വിട്ട് കളയരുത്. ഓക്കെ, കോമ S ആൽഫ A dash എന്നല്ലേ ഇതിനകത്ത് വന്നേക്കുന്നത്? ആൽഫ A dash എന്ന് അല്ലെ? അപ്പൊ കോമ S A dash എന്ന് പറഞ്ഞാൽ എന്താ? L dash തന്നെ. L dash ഓർ എന്ത് വരും? എപ്സിലോൺ വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. നമ്മൾ അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ആരോയ്ക്ക് തൊട്ട് പുറകിൽ L ആണ്, ആരോ ശേഷം എന്താ? S ആണ്. സെയിം സിമ്പിൾ അല്ല. അപ്പൊ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല. ഇനി ഇവിടെ L dash ആണ്, രണ്ടാമത്തിനകത്ത് L dash വന്നു, ആരോയ്ക്ക് ശേഷം എന്താ? കോമയാണ് വന്നത്. അപ്പൊ ഇവിടെ എന്താ? ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷനെ ഈ ഒരു ഇതിൽ നമ്മൾ മാറ്റി എഴുതണം. ഉണ്ടോ? നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ
എന്താണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, എന്നിട്ട് ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനെ നമ്മൾ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്, എസ് ടെൻസ് ടു, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, സെയിം തന്നെ എൽ ഓർ എ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാറ്റി എഴുതിയ റൂൾ ഇല്ലേ, മാറ്റി എഴുതിയ പ്രൊഡക്ഷൻ റൂൾ ഇല്ലേ, അത് വേണം നമ്മൾ പിന്നെ ബാക്കി എഴുതാൻ. അതായത് എൽ ടെൻസ് ടു എൽ, ഈ സാധനം എൽ ടെൻസ് ടു എൽ കോമ എസ്, ഇത് പിന്നെ എഴുതാൻ പാടില്ല, കാരണം ഇതിനെ നമ്മൾ ഇങ്ങനെ റീറൈറ്റ് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൽ ടെൻസ് ടു എസ് എൽ ഡാഷ്, എസ് എൽ ഡാഷും എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ് ഓർ എപ്സലോൺ. ഓക്കെ, ഓർ എപ്സലോൺ. കേട്ടോ, ഇതാണ് ഇനി ഈ മൂന്ന് റൂൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള നമ്മൾ കാര്യങ്ങൾ, അതായത് ഇനി നമ്മൾ ഫസ്റ്റും ഫോളോ ചെയ്യല്ലേ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ മൂന്ന് റൂൾ വെച്ച്, ഈ മൂന്ന് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ ഇങ്ങനെ വീണ്ടും മാറ്റി എഴുതണം അല്ലെ. രണ്ടാമത്തെ പ്രൊഡക്ഷനെ നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് കിട്ടിയ ആൻസർ വേണം അതിന് പകരമായിട്ട് എഴുതാൻ. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂളിന് പകരമായിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു ലെഫ്റ്റ് റിക്കർഷൻ മാറിയ ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ടല്ലോ, അത് വേണം നമ്മൾ എഴുതാൻ. ഇനി ഈ മൂന്ന് പ്രൊഡക്ഷൻ റൂളുകളെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ ലെഫ്റ്റ് റിക്കർഷനെ റിമൂവ് ചെയ്യുക. ഇനി ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലെഫ്റ്റ് ഫാക്ടറിംഗ്. ഓക്കെ, അത് പക്ഷെ ഇവിടെ ആപ്ലിക്കബിൾ അല്ല ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ കൂടുതലും ക്വസ്റ്റ്യനുകളിൽ ലെഫ്റ്റ് റിക്കർഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ റിമൂവ് ചെയ്യുക. ലെഫ്റ്റ് ഫാക്ടറിംഗ് പഠിച്ചു വെക്കണം. ഓക്കെ, ലെഫ്റ്റ് ഫാക്ടറിംഗ് ഇവിടെ ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലെഫ്റ്റ് ഫാക്ടറിംഗിന്റെ ഫോർമാറ്റ് എന്താണ്, എങ്ങനെയാണ് വരുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ മാറ്റി, നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ റൂളുകൾ നമുക്ക് കിട്ടി. ഇനി ഇതാണ് നമ്മൾ അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാമറിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി എഴുതി അല്ലെ. ഗ്രാമറിനെ നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റി എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഫസ്റ്റും ഫോളോയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഫസ്റ്റും ഫോളോയും നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റും കാണണം, ഫോളോയും കാണണം. ഓക്കെ, നമ്മൾ നമ്മുടെ ഗ്രാമറിനെ നമ്മൾ ഇങ്ങനെ മാറ്റിയതിനു ശേഷം നമ്മൾ ഫസ്റ്റും ഫോളോയും കാണുക. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് കാണുക എന്നുള്ളതാണ് അല്ലെ. ഫസ്റ്റ്, അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റൂൾ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന റൂള് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് അത് തന്നെയായിരിക്കും. നോൺ ടെർമിനൽ വരുവാണെങ്കിൽ എന്താണ്, നോൺ ടെർമിനൽസ് ആ വരുന്നത്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആ വരുന്നെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് പോയിട്ട് അങ്ങനെ ഫൈനൽ നമുക്ക് എന്താണ്, നമുക്ക് ഇത് കിട്ടണം, നമ്മുടെ ടെർമിനൽ സിമ്പിൾസ് കിട്ടണം അല്ലെ. പിന്നെ എപ്സലോണിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്സലോൺ തന്നെയാണ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി നോക്കിയേ, നമ്മൾ ഫസ്റ്റ് കാണാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് എസ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എസ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലെ. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഫസ്റ്റ് ഓഫ് എസ്, അതായത് ഫസ്റ്റ് ഓഫ് എസ് ആണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ സിമ്പിൾ എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റ്, അതൊരു ടെർമിനൽ സിമ്പിൾ ആണ് അല്ലെ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒഴികെ ബാക്കി എന്ത് വന്നാലും അതെല്ലാം ടെർമിനൽ സിമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അല്ലെ, ഫസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്. അതിനുശേഷം എന്താണ്, നമ്മൾ ഈ ഓറിന്റെ അപ്പുറത്തേ എടുക്കണം. ഫസ്റ്റ് എടുക്കുമ്പോൾ എത്ര ഓർ സിമ്പിൾസ് ഉണ്ടോ അതിന്റെ എല്ലാത്തിനെയും ഫസ്റ്റ് എടുക്കണം. ഇത് ആക്ച്വലി എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എസ് ടെൻസ് ടു എ എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ടും എസ് ടെൻസ് ടു ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓറിട്ട് ഇങ്ങനെ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതുന്നത്. ഇനി രണ്ടാമത് നോക്കിയേ, എസ് ടെൻസ് ടു എ അല്ലേ, അപ്പൊ എ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്ത് വരും, നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് വരും, ഓപ്പൺ ബ്രാക്കറ്റ് വരും, പിന്നെ ഈ ഒരു എ എന്ന് പറയുന്ന സിമ്പലും വരും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് എൽ കാണണം. ഇനി നമുക്ക് എല്ലിന്റെ ഫസ്റ്റ് ആണ് കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് എൽ, ഫസ്റ്റ് ഓഫ് എൽ. ഫസ്റ്റ് ഓഫ് എൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് എന്താണ്, എല്ലിന്റെ അതായത് എല്ല് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരോയ്ക്ക് അപ്പുറത്ത് എന്താ, എസ് എൽ ഡാഷ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ് ആണ് കാണേണ്ടത്, എസ് എൽ ഡാഷ് അല്ലെ. ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ്. ഇനി ഈ എസ് എന്ന് പറയുന്നത് എന്താ, ക്യാപിറ്റൽ സിമ്പിൾ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എസിന്റെ പ്രൊഡക്ഷനിലേക്ക് വീണ്ടും പോകണം. അപ്പം അങ്ങനെയാണെങ്കിൽ എസിന്റെ പ്രൊഡക്ഷൻ വരുമ്പോൾ എന്താണ്, എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓർ എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റും എയും ആണ് ഫസ്റ്റ് കിട്ടുന്നത് അല്ലെ. സെയിം തന്നെ, അപ്പം ഇവിടെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റും കിട്ടി, പിന്നെ എയും കിട്ടി. അത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് എൽ എന്നും പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ എന്താണ് കണ്ടത്? ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് അടുത്ത സിമ്പിളിന്റെ. അപ്പൊ ഈ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് ഇതിന്റെ കാണുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് എളുപ്പം കിട്ടും. കാരണം ആദ്യം കിടക്കുന്നതന്നെ കോമയാണ്. അതെന്താണ്? അതൊരു ടെർമിനൽ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ കോമയും വരും. പിന്നെ എപ്സലോണിന്റെ ഫസ്റ്റ് എന്താ? എപ്സലോൺ തന്നെയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമയും എപ്സലോണും ആണ് നമുക്ക് കിട്ടുന്നത്. കോമ കിട്ടും, പിന്നെന്താണ്? എപ്സലോണും കിട്ടും. കോമ എപ്സലോൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ? ഫസ്റ്റ് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഫസ്റ്റിന് ശേഷമാണ് ഇനി നമ്മൾ ഫോളോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എല്ലാ സിമ്പിൾസിന്റെയും എന്ത് ചെയ്തു? ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഇനി ഫോളോ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പം ഫോളോ കണ്ടുപിടിക്കുന്ന വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു.